+1 ഇംപ്രൂവ്മെന്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോംപ്ലക്സ് നമ്പേഴ്സ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഫോർമുലാസുകളാണ് ബോർഡിൽ ലിസ്റ്റ് ചെയ്ത് കാണുന്നത്. അതെന്തൊക്കെയാണ് എന്നുള്ളത് ആദ്യമൊന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം അറിയേണ്ടത് ഇഫ് Z ഈക്വൽ ടു A + IB, Z എന്ന് പറയുന്നത് A + IB ആണെങ്കിൽ Z കോൺജുഗേറ്റ് എന്ന് പറയുന്നത് A - IB. ഒരു കോംപ്ലക്സ് നമ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന കാര്യത്തിന് റിയൽ പാർട്ട് ഉണ്ടാവും, ഇമാജിനറി പാർട്ട് ഉണ്ടാവും. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ പൊതുരൂപമാണ് A + IB. അപ്പോൾ ഈ A + IB എന്ന് പറയുന്നതിലെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് I ഇല്ലാത്ത ടൈമിൽ, അതായത് ഏതാ വരിക, A ആണ് അതിന്റെ റിയൽ പാർട്ട് വരിക. ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ I എന്ന് പറയുന്നതിന്റെ കോഎഫിഷ്യന്റിനെയാണ് എന്ത് പറയുന്നത്, ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എങ്ങനെ ഇമാജിനറി പാർട്ട് ഏതാണ്, B ആണ് വരിക. വെറും B അല്ല, എന്താണ്, +B ആണ് വരുന്നത്. കോൺജുഗേറ്റ് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, Z കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ A - IB ആണ്. അവിടെ ശരിക്ക് ഏത് പാർട്ടിൻ്റെയാണ് ചിഹ്നം മാറുന്നത്? ഇമാജിനറി പാർട്ട് എന്ന് പറയുന്നത് ഇവിടെ +B ആണ്, പക്ഷെ ഇവിടെ എന്താണ്, -B ആണ്. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എഴുതണമെങ്കിൽ ഇമാജിനറി പാർട്ടിന്റെ ചിഹ്നം മാറ്റി എഴുതിയാൽ മതി. റിയൽ പാർട്ട് അതുപോലെ നിലനിർത്തിക്കൊണ്ട് ഇമാജിനറി പാർട്ടിന്റെ ചിഹ്നം നമ്മൾ മാറ്റി എഴുതുക. നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കുക, പോസിറ്റീവ് ആണെങ്കിൽ എന്താക്കുക, നെഗറ്റീവ് ആക്കുക. ഓക്കെ. മോഡ് Z ഈക്വൽ ടു, ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ് കാണുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, √A² + B². റിയൽ പാർട്ടിനെ സ്ക്വയർ ചെയ്യുക, ഇമാജിനറി പാർട്ടിനെ സ്ക്വയർ ചെയ്യുക, ആഡ് ചെയ്യുക. അതിന്റെ റൂട്ട് വാല്യൂ ആണ് എന്തായിട്ട് വരുന്നത്, മോഡുലസ് ഓഫ് Z എന്ന് പറയുന്ന ആശയം കയറി വരുന്നത്. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് Z ഈക്വൽ ടു, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് Z ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ്. അതിന്റെ ഫോർമുല വരുന്നത് Z കോൺജുഗേറ്റ് ബൈ മോഡ് Z². പവർ ഓഫ് I എന്ന് പറയുന്നതിന്റെ പവർ, ഐന്റെ പവറിൽ 4ന്റെ മൾട്ടിപ്പിൾ ആണ് വരുന്നതെങ്കിൽ 1 ആണ്. 4ന്റെ മൾട്ടിപ്പിളിനോട് കൂടി 1 കൂട്ടിയതാണ് വരുന്നതെങ്കിൽ I ആണ് വരിക. 2 ആണ് കൂട്ടുന്നതെങ്കിൽ -1 ആണ് വരിക. 3 ആണ് ആഡ് ചെയ്ത് വരുന്നതെങ്കിൽ -I ആണ് വരിക. അതായത് ഇത്തരം ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഐന്റെ പവറിൽ കടക്കുന്നതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. റിമൈൻഡർ 0 ആണ് കിട്ടുന്നതെങ്കിൽ ആൻസർ 1 എഴുതുക. റിമൈൻഡർ 1 ആണെങ്കിൽ I എഴുതുക. റിമൈൻഡർ 2 ആണെങ്കിൽ -1 എഴുതുക. റിമൈൻഡർ 3 ആണെങ്കിൽ -I എന്ന് പറയുന്ന കാര്യം എഴുതുക. പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ, ഒരു കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം എന്ന് പറയുന്നത് എങ്ങനെ കണ്ടെത്താം? Z എന്ന് പറയുന്നത് X + IY ആണെങ്കിൽ അതിന്റെ പോളാർ ഫോം എന്ന് പറയുന്നത് എന്താണ്, Z ഈക്വൽ ടു R × cos θ + I sin θ. ഇതിലെ R എന്ന് പറയുന്നത് മോഡ് Z തുല്യമാണ്. എങ്ങനെ കണ്ടെത്താം എന്നുള്ളത് മുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. θ എന്ന് പറയുന്ന കാര്യം കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, tan ഇൻവേഴ്സ് Y/X എന്ന് പറയുന്ന ആശയം ചിന്തിച്ചാൽ മതി. Y എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് നമ്പറിന്റെ ഇമാജിനറി പാർട്ടാണ് Y വരുന്നത്, റിയൽ പാർട്ടാണ് X എന്ന് പറഞ്ഞ കാര്യം വരുന്നത്. അപ്പോൾ അത് ഡിവൈഡ് ചെയ്യാം. tan ഇൻവേഴ്സ് Y/X എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത് വരുന്നത്, θ എന്ന് പറയുന്ന കാര്യം. അതിനെ ആർഗ്യുമെന്റ് ഓഫ് Z അഥവാ ആംപ്ലിറ്റ്യൂഡ് ഓഫ് Z എന്നൊക്കെ അതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് ഈ ചാപ്റ്ററിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് ഇതിന്റെ ചോദ്യങ്ങളിലേക്കൊന്ന് പോവാം. ഒന്നാമത്തെ ചോദ്യം എന്താണ് പറയുന്നത് എന്നൊന്ന് പരിശോധിക്കാം. 3 സബ് ക്വസ്റ്റ്യൻസുകൾ നമുക്കിവിടെ ചെയ്യാനുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ 3 + 4i. 3 + 4i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണണം. 1 മാർക്കിന്റെ ചോദ്യമാണ്. 1 മാർക്കിനും ഈ ചോദ്യം വരാം, 2 മാർക്കിനും ചോദ്യം വരാം. നമ്മളപ്പോൾ എങ്ങനെയാണത് സോൾവ് ചെയ്യുക എന്നതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ പറയുന്നത് Z ഈക്വൽ ടു 1 + I√3 എന്ന് പറയുന്നതിന്റെ പോളാർ ഫോം എങ്ങനെ കണ്ടെത്താം, അല്ലെങ്കിൽ എന്താണ് അതിന്റെ പോളാർ ഫോം. ഇതാണ് നമ്മുടെ മുൻപിലുള്ള രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതിനെ സോൾവ് ചെയ്യണം. ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യേണ്ടത് 3 + 4i എന്ന് പറയുന്നതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണണം. ഫോർമുല നമ്മൾ തൊട്ട് മുൻപേ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാനിവിടെ Z എന്ന് പറയുന്നത്
3 പ്ലസ് 4i. നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? z കോൺജുഗേറ്റ് വേണം. z കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മൈനസ് 4i. ഇവിടെ പോസിറ്റീവ് ആണ്, ഇവിടെ വരുമ്പോൾ അത് നെഗറ്റീവ് ആവും. ഇമാജിനറി പാർട്ടിന്റെ ചിഹ്നം മാറ്റി എഴുതി. മോഡ് z is equal to ഫോർമുല പ്രകാരം റൂട്ട് ഓഫ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. റിയൽ പാർട്ട് എന്ന് പറയുന്നത് 3 ആണ്. 3 ന്റെ സ്ക്വയർ 3 സ്ക്വയർ. ഇമാജിനറി പാർട്ട് 4 ആണ്. 4 ന്റെ സ്ക്വയർ is equal to root 9 plus 16 is equal to root 25 is equal to 5. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാനുള്ള ഫോർമുല എന്താണ്? z ഇൻവേഴ്സ് ഈക്വൽ ടു z കോൺജുഗേറ്റ് ബൈ മോഡ് z സ്ക്വയർ. z കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ആൻസർ 3 മൈനസ് 4i ബൈ മോഡ് z ന്റെ സ്ക്വയർ ആണ് എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ 5 അല്ലേ? 5 ന്റെ സ്ക്വയർ എത്ര വരിക? 25. സെക്കൻഡ് പാർട്ടിൽ നമുക്ക് ചെയ്യാനുള്ളത് z ഈക്വൽ ടു 1 പ്ലസ് i റൂട്ട് 3. ഈ കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം എന്ന് പറയുന്ന ആശയം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ സെക്കൻഡ് പാർട്ടിൽ നമുക്ക് അതാണ് ചെയ്യാനുള്ളത്. പോളാർ ഫോം കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് രണ്ട് കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തണം. ആ കോംപ്ലക്സ് നമ്പറിന്റെ ഒന്ന് ആംപ്ലിറ്റ്യൂഡ് കാണണം, മറ്റേത് മോഡുലസ് കാണണം. ആദ്യം ഞാൻ അതിന്റെ മോഡുലസ് ഒന്ന് കണ്ടുപിടിക്കുകയാണ്. r is equal to mod z equal to root of 1 square plus root 3 square, which is equal to root 1 plus 3 equal to root 4, which is equal to 2. അപ്പോൾ r എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. തീറ്റ ഈക്വൽ ടു അല്ലെങ്കിൽ r z ഈക്വൽ ടു tan inverse y by x equal to tan inverse y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാജിനറി പാർട്ടാണ്. ഏതാ വരിക? റൂട്ട് 3. റൂട്ട് 3 ഡിവൈഡഡ് ബൈ റിയൽ പാർട്ട് എന്ന് പറയുന്നത് 1. ഇറ്റ് ഈസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് റൂട്ട് 3. ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത് ഏത് മെഷർമെന്റിലാണ് ടാനിന് റൂട്ട് 3 കിട്ടുന്നത്? അത് പൈ ബൈ 3 എന്ന് പറയുന്ന മെഷർമെന്റിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? അതിന്റെ ആൻസർ ആയിട്ട് പൈ ബൈ 3 എന്ന് പറഞ്ഞു. തീറ്റ പൈ ബൈ 3 ആണെന്ന് കിട്ടി, r എന്ന് പറയുന്നത് 2 ആണെന്നും കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പോളാർ ഫോം ഓഫ് z ഈക്വൽ ടു r into cos theta plus I sin theta, that is z is equal to 2 into cos pi by 3 plus I sin pi by 3. തേർഡ് പാർട്ടിൽ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതിനെ എന്ത് ചെയ്യണം? നമ്മൾ സോൾവ് ചെയ്യണം. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ സോൾവ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല ഏതാണ്? x is equal to minus b plus or minus root of b square minus 4ac all divided by 2a. അതേ ഫോർമുല തന്നെ ഞാനിവിടെ അപ്ലൈ ചെയ്യാണ്. അപ്പോൾ a എന്ന് പറയുന്നത് x സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ്, b എന്ന് പറയുന്നത് x ന്റെ കോഎഫിഷ്യന്റ്, c എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടേം. നേരെ നമ്മൾ ഫോർമുലയ്ക്ക് അപ്ലൈ ചെയ്യാണ്. x is equal to minus b plus or minus root of b square minus 4 into a into c all divided by 2 into a. ഞാൻ ഫോർമുലയാണ് പറഞ്ഞത്, പക്ഷെ ഒക്കെ എഡിറ്റ് ചെയ്തിട്ടാണ് ഞാൻ എഴുതിയത്. It is equal to minus 3 plus or minus root 9 minus 20 divided by 2. It is equal to minus 3 plus or minus root minus 11 divided by 2. It is equal to minus 3 plus or minus I root 11 divided by 2. എങ്ങനെയാണ് അപ്പോൾ എഴുതിയിരിക്കുന്നത്? റൂട്ടിനകത്ത് നെഗറ്റീവ് ടേമാണ് വരിക. ആ നെഗറ്റീവ് എന്ന് പറയുന്ന കാര്യത്തിനെ നമ്മൾ മാറ്റി നിർത്തുമ്പോഴാണ് എന്ത് വരുന്നത്? ഐ എന്ന് പറയുന്ന കാര്യം പുറത്തേക്ക് വരുന്നത്. അതായത് റൂട്ട് മൈനസ് 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് 1 ഇൻറ്റു 11 എന്ന് പറയുന്ന ആശയമാണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? റൂട്ട് മൈനസ് 1 ഇൻറ്റു റൂട്ട് 11 എന്ന് പറഞ്ഞാൽ എഴുതാം. അതായത് റൂട്ട് മൈനസ് 1 എന്ന് പറയുന്നത് ഐ ആണ്. ഐ ഇൻറ്റു റൂട്ട് 11 വരുന്നത് റൂട്ട് 11 ഐ അല്ലെങ്കിൽ ഐ റൂട്ട് 11. അത് പ്ലസും വരാം മൈനസും വരാം. അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ആൻസർ അവിടെ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഏത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തന്നു കഴിഞ്ഞാലും അത് സോൾവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഈ രീതിയിലാണ് കണക്ട് ചെയ്യേണ്ടത്.
രണ്ടാമത്തെ ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് രണ്ട് സബ് ക്വസ്റ്റൻ ആണ് ചെയ്യാനുള്ളത്. ഒന്നാമത്തത് i⁻18 ഈക്വൽ ടു ഡാഷ്, അതിന്റെ വാല്യൂ എന്തായിരിക്കും? ഒരു മാർക്കിന്റെ ചോദ്യം. രണ്ടാമത്തത് √3 + i എന്ന് പറയുന്നതിന്റെ പോളാർ ഫോം എന്തായിരിക്കും? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് 18 എന്ന് പറയുന്നതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 ടൈംസ് ആണ്, 16 വരും, റിമൈൻഡർ 2 വരും. നമ്മൾ പറഞ്ഞിരുന്നു റിമൈൻഡർ 2 ആണ് വരുന്നതെങ്കിൽ നമ്മുടെ ആൻസർ എന്തായിരിക്കും? -1 ആയിരിക്കും. അപ്പോൾ i⁻18 എന്ന് പറയുന്നതിന്റെ ആൻസർ എത്രയാണ്? -1 ആയിരിക്കും. 3 + i എന്ന് പറയുന്നതിനെ എന്ത് ചെയ്യണം? നമ്മൾ പോളാർ ഫോമിലേക്ക് ആക്കണം. z ഈക്വൽ ടു √3 + i. r ഈക്വൽ ടു mod z ഓഫ് √3 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 3 + 1 √4 ഇസ് ഈക്വൽ ടു 2. അപ്പോൾ r എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അത് 2 ആണ് ആൻസർ വരുന്നത്. തീറ്റ ഈക്വൽ ടു tan ഇൻവേഴ്സ് y/x. tan ഇൻവേഴ്സ് ഇവിടെ y എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട് എത്ര വരുന്നത്? i യുടെ കോഎഫിഷ്യന്റ് ആണ്, അത് 1 ഡിവൈഡഡ് ബൈ റിയൽ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √3. ഇനി നിങ്ങൾ ആലോചിക്കേണ്ടത് ഏത് മെഷർമെന്റിലാണ് ടാനിന് 1/√3 കിട്ടുന്നത്? അത് π/6 കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് ആൻസർ എന്താ എഴുതാം? π/6. Therefore polar form is z is equal to r into cos theta plus I sin theta. ജനറൽ ഫോർമുലയാണ്. ഇനി നമ്മൾ അത് എഡിറ്റ് ചെയ്ത കാര്യങ്ങൾ എഴുതാണ് നമുക്കറിയാവുന്നത്. ദാറ്റ് ഈസ് z is equal to 2 into cos π/6 plus I sin π/6. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് നോക്കുക. എക്സ്പ്രസ് ദ കോംപ്ലക്സ് നമ്പർ i ഇൻ പോളാർ ഫോം. i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം നമ്മൾ കണ്ടുപിടിക്കണം. രണ്ടാമതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ തന്നിട്ടുണ്ട്. ആ പറയുന്നതിനെ സോൾവ് ചെയ്യുകയും വേണം. ഒന്നാമത്തെ ചോദ്യത്തിൽ ചെയ്യാനുള്ളത് i എന്ന് പറയുന്നതിന്റെ പോളാർ ഫോം വേണം. അതായത് z എന്ന് പറയുന്നത് i. ഇത് പക്ഷേ ഏത് ഫോമിലല്ല, a+ib രൂപത്തിലല്ല. ഫോം കണ്ടെത്താൻ പറയുന്ന ഏത് ചോദ്യത്തിലും തന്നിരിക്കുന്ന കോംപ്ലക്സ് നമ്പർ a+ib രൂപത്തിലായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ അതിനെ ആ രൂപത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഇവിടെ അങ്ങനെ നമുക്ക് എന്തല്ല +ib രൂപത്തിലല്ല. അപ്പോൾ ഇതിനെ a+ib രൂപത്തിലേക്ക് ആക്കാൻ വേണ്ടി നമുക്ക് i എന്ന് പറയുന്നതിനെ 0 + i എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ അത് എന്ത് രൂപത്തിലായി? a+ib രൂപത്തിലായി. ഇനി r എന്ന് പറയുന്ന കാര്യം അഥവാ mod z ഈക്വൽ ടു റൂട്ട് ഓഫ് 0 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഇസ് ഈക്വൽ ടു √1 ഇസ് ഈക്വൽ ടു 1. തീറ്റ ഈക്വൽ ടു tan ഇൻവേഴ്സ് y/x ഈക്വൽ ടു tan ഇൻവേഴ്സ് y എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടാണ്, ഇമാജിനറി പാർട്ട് 1 ഡിവൈഡഡ് ബൈ റിയൽ പാർട്ട് എന്ന് പറയുന്നത് 0 ഇസ് ഈക്വൽ ടു 1/0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് എന്നാണ്. എപ്പോഴാണ് ടാനിന് നോട്ട് ഡിഫൈൻഡ് എന്ന് പറയുന്ന സംഭവം കിട്ടുന്നത്? π/2 മെഷർമെന്റ് വരുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തെടുക്കാം? π/2. അങ്ങനെയാണെങ്കിൽ പോളാർ ഫോം ഈസ് z is equal to r ന് പകരം നമുക്ക് എന്ത് എഴുതാം? 1 എഴുതാം into cos തീറ്റ എന്ന് പറയുന്നതിന് പകരം π/2 പ്ലസ് I sin തീറ്റയ്ക്ക് പകരം π/2. രണ്ടാമത്തെ പറഞ്ഞിരിക്കുന്നത് ഇക്വേഷൻ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യണം. നമുക്ക് അതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. x is equal to -b plus or minus root of b square minus 4 into a into c all divided by 2 into a equal to -1 plus or minus root of 1 square 1 ആണ് minus √5 into √5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ആണ്. 5 into 4 എന്ന് പറയുന്നത് എത്രയാണ് വരിക? 20 ആണ് വരിക. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? 1 minus 20 divided by 2√5 which is equal to -1 plus or minus √-19 divided by 2√5 which is equal to -1 plus or minus I√19 by 2√5. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്? z എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. അതിന്റെ മോഡുലസ് വാല്യൂ 2 ആണ്.
ആർഗ് ഇസെഡ് എന്ന് പറയുന്നത് 4π/3 ആണ്. ഈ ആർഗ് ഇസെഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? തീറ്റ എന്ന് പറയുന്ന കാര്യമാണ്. അപ്പൊ തീറ്റ എത്രയാണ് തന്നിരിക്കുന്നത്? 4π/3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇസെഡ് എന്ന് പറയുന്നതിനെ a+ib ഫോമിലേക്ക് ആക്കുക. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ, അതിന്റെ കോൺജുഗേറ്റ് കാണാം. രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, പിന്നെ ഒരു വെരിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ആണ്. സെഡ് കോൺജുഗേറ്റ് സ്ക്വയർ ചെയ്താൽ എന്ത് കിട്ടണം? 2z ഈക്വൽ ആണെന്ന് നമുക്ക് തെളിയിക്കണം. ഒന്നാമത്തെ ചോദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്ന ഗിവൺ കണ്ടീഷൻസിൽ മോഡ് ഇസെഡ് എന്ന് പറയുന്നത് 2 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ആർഗ് ഇസെഡ് എന്ന് പറയുന്നത് 4π/3 ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ആർഗ് ഇസെഡ് തന്നെയാണ് തീറ്റ എന്നുള്ള കാര്യം തൊട്ട് മുമ്പേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾക്ക് ഇതിന്റെ പോളാർ ഫോം എന്ന് പറയുന്ന കാര്യം എങ്ങനെ കണക്ട് ചെയ്യാം? z = r × cos θ + i sin θ. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്ന കാര്യത്തിലേ ഉള്ളൂ. നമുക്ക് അറിയാവുന്ന കാര്യം എന്താ? ഒരു കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം എന്ന് പറയുന്നത് z = r × cos θ + i sin θ. ഇത് ഏത് കോംപ്ലക്സ് നമ്പറിന്റെയും പോളാർ ഫോം ഈ പറഞ്ഞ കാര്യമാണ്. ഇവിടത്തെ സിറ്റുവേഷനിലേക്ക് ഈ പറഞ്ഞ കാര്യം അപ്ലൈ ചെയ്യുമ്പോൾ ആറിന് പകരം നമുക്ക് 2 കൊടുക്കാം, തീറ്റയ്ക്ക് പകരം എന്ത് കൊടുക്കാം? 4π/3 കൊടുക്കാം. ഇറ്റ് ഈസ് ഈക്വൽ ടു 2 × cos 4π/3 plus I sin 4π/3, which is equal to 2 × cos 4π/3 എന്ന് പറയുന്നത് π + π/3. 3π + π എന്ന് പറഞ്ഞാൽ എന്ത് വരും? 4π വരും. അപ്പൊ 4π/3 എന്ന് പറയുന്നതിന്റെ മറ്റൊരു രൂപമാണ് π + π/3 പ്ലസ് I sin π + π/3, which is equal to 2. ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ഫോർമുല പ്രകാരം cos π + x എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് cos x ആണ്. അതായത് ഇവിടെ എന്താ വരിക? മൈനസ് cos π/3 പ്ലസ് I × sin π + x എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് sin x ആണ്. അപ്പോൾ അടുത്ത ആൻസർ എന്തായിരിക്കും? മൈനസ് sin π/3. രണ്ട് ടേമിലും മൈനസ് എന്ന് പറയുന്ന കാര്യം കോമൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്റ്റെപ്പിൽ എങ്ങനെ എഴുതാം? -2 × cos π/3 എന്ന് പറയുന്നതിന്റെ വാല്യൂ 1/2 പ്ലസ് I × sin π/3 എന്ന് പറയുന്നതിന്റെ വാല്യൂ √3/2. ഇനി ഇവിടെ നിങ്ങൾ നോക്കുക, -2 എന്ന് പറയുന്നത് ഉള്ളിലേക്ക് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ 2ഉം ഈ 2ഉം ഒക്കെ എന്തായിട്ട് പോകും? ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ക്യാൻസൽ ചെയ്തിട്ട് പോകും. അപ്പൊ നമ്മുടെ ആൻസർ എങ്ങനെ വരുന്നത്? -1 - I √3. രണ്ടാമത്തതില് z കോൺജുഗേറ്റ് കാണാനാണ് പറഞ്ഞത്. z നമുക്ക് എന്താ കിട്ടിയത്? z is equal to -1 - I √3. അപ്പോൾ z കോൺജുഗേറ്റ് എന്ന് പറയുന്നത് -1 + I √3. ഈ തേർഡ് സബ് ക്വസ്റ്റ്യൻ നമുക്ക് എന്താ ചെയ്യാനുള്ളത്? z കോൺജുഗേറ്റിന്റെ സ്ക്വയർ 2z ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് z കോൺജുഗേറ്റിനെ ഒന്ന് സ്ക്വയർ ചെയ്ത് നോക്കാം. അതായത് -1 + I √3 ഹോൾ സ്ക്വയർ. ഇത് ഏത് ഫോമിലാണ്? a+b² എന്ന് പറഞ്ഞ ഫോമിലാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ ഫോർമുല അപ്ലൈ ചെയ്യാം. a² എന്ന് പറഞ്ഞാൽ എന്ത് വരും? -1ന്റെ സ്ക്വയർ, അതായത് 1 പ്ലസ് 2 × -1 × I √3, 2 × -1 × I √3 പ്ലസ് I √3 ഹോൾ സ്ക്വയർ. a² എന്ന് പറയുന്ന കാര്യം എഴുതിയിട്ടുണ്ട് നമ്മൾ, 2ab എന്ന് പറയുന്ന കാര്യം എഴുതിയിട്ടുണ്ട്, b² എന്ന് പറഞ്ഞ കാര്യം എഴുതിയിട്ടുണ്ട്. ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 1 2 × -1 -2 ആണ്, × I √3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -2√3i. ഇവിടെ ചെയ്യുമ്പോൾ iന്റെ സ്ക്വയർ വരും. I² എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൽ എവിടെ വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? -1 അപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, iന്റെ സ്ക്വയർ -1 വരും, √3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 വരും. അപ്പോൾ 3 × -1 എത്രയാണ് വരിക? -3. ഇറ്റ് ഈസ് ഈക്വൽ ടു 1ൽ നിന്ന് 3 മൈനസ് ചെയ്യാം. അപ്പോൾ ആൻസർ എത്ര വരിക? -2 -2√3i. ഇതാണ് നമുക്ക് എന്ത് കിട്ടിയത്? z കോൺജുഗേറ്റ് സ്ക്വയർ എന്ന് പറയുന്ന കാര്യം കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ 2z എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് ചിന്തിക്കുകയാണ്. നിങ്ങളിവിടെ നോക്കുക, z എന്ന് പറയുന്നത് -1 - I √3 ആണ്. 2z എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? 2 രണ്ട് ടേമിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക?
-2 -2√3i. അതേ ആൻസർ തന്നെയാണ് നമ്മൾ ഇവിടെയും എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കൺക്ലൂഷൻ കൊടുക്കാം? z കോൺജുഗേറ്റ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു തുല്യമാണ്? 2z തുല്യമാണ് എന്ന് പറഞ്ഞു കൊടുക്കാം. z കോൺജുഗേറ്റ് സ്ക്വയർ ഈക്വൽ ടു 2z. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ആ ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ 2 റൂട്ടുകൾ കിട്ടും. ആ റൂട്ടുകൾ കണ്ടുപിടിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ടുകൾ കണ്ടുപിടിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ആ കിട്ടുന്ന റൂട്ടുകളുടെ പോളാർ ഫോം എന്ന് പറയുന്ന ആശയം കണ്ടെത്തുക. ഈ ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. അതായത് x is equal to -b plus or minus root of b square minus 4 into a into c divided by 2 into a, which is equal to -1 plus or minus root of 1 into square 1 ആണ് -4 divided by 2 into 1 2 വരും. It is equal to -1 plus or minus root -3 divided by 2, which is equal to -1 plus or minus I root 3 divided by 2. അപ്പോൾ ഇവിടെ നമ്മൾക്ക് 2 സൊല്യൂഷൻസുകൾ ഉണ്ട്. ആദ്യ സൊല്യൂഷൻ ഏതാണ്? -1 പ്ലസ് I root 3 by 2. രണ്ടാമത്തെ സൊല്യൂഷനോ -1 മൈനസ് I root 3 by 2. അപ്പോൾ ആദ്യത്തെ റൂട്ട് എന്ന് പറയുന്നത് z1 ആയിട്ടും രണ്ടാമത്തെ റൂട്ട് z2 ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ആൽഫയും മറ്റേത് എന്തായിട്ട് എടുക്കാം? ബീറ്റയും ആയിട്ടൊക്കെ എടുക്കാം. അപ്പോൾ ഇവിടെ എന്തായാലും 2 റൂട്ടുകൾ നമ്മൾക്ക് ഇവിടെ ഉണ്ട്. സെക്കൻഡ് സബ് ക്വസ്റ്റനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 2 റൂട്ടുകളുടെയും എന്തെടുക്കണം? പോളാർ ഫോം എന്ന് പറഞ്ഞ ആശയം എടുക്കണം. അപ്പോൾ നമ്മൾ ഇതിനെ 2 പാർട്ടാക്കി തന്നെ നമ്മൾ എഴുതുകയാണ്. ഞാൻ z1 z2 എന്ന് പറഞ്ഞാണ് എടുക്കുന്നത്. z1 എന്ന് പറയുന്നത് -1 പ്ലസ് I root 3 by 2, z2 -1 minus I root 3 by 2. ഇവിടെ ഒരു കാര്യം കൂടി നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. z1 എന്ന് പറയുന്നതിന്റെ കോൺജുഗേറ്റ് ആണ് എന്ത് വരുന്നത്? z2 എന്ന് പറയുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പോളാർ ഫോം എഴുതുമ്പോൾ z1ന്റെ പോളാർ ഫോം എന്താണോ അതിന്റെ കോൺജുഗേറ്റ് ആണ് എന്ത് വരുന്നത്? z2 എന്ന് പറയുന്നതിന്റെ പോളാർ ഫോം വരുന്നത്. അതുകൊണ്ട് നമുക്ക് ശരിക്കും എന്ത് ചെയ്താൽ മതി? z1ന്റെ പോളാർ ഫോം കാണാം, z2ന്റെ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇനി എങ്ങനെയാണ് z1ന്റെ പോളാർ ഫോം കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം ഒന്ന് നോക്കാം. z1 എന്ന് പറയുന്നത് -1 പ്ലസ് I root 3 divided by 2. ഇതിനെ a plus ib രൂപം ആക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? -1 by 2 പ്ലസ് I root 3 by 2. അപ്പോൾ z എന്ന് പറയുന്നത് ഏത് രൂപത്തിലാണ്? a plus ib രൂപത്തിലാണ്. നമുക്ക് ചെയ്യേണ്ടത് r എന്ന് പറയുന്ന കാര്യം അഥവാ മോഡ് z നമുക്ക് കണ്ടെത്തണം. മോഡ് z എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് -1 by 2 സ്ക്വയർ പ്ലസ് root 3 by 2 square is equal to root of 1 by 4 plus 3 by 4. Denominator same ആയതുകൊണ്ട് നേരിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ എന്താ ആൻസർ വരും? 4 by 4. അതായത് √1 ആൻസർ എന്ത് വരും? 1 എന്ന് പറയുന്ന കാര്യം കിട്ടും. തീറ്റ ഈക്വൽ ടു tan inverse y by x, which is equal to tan inverse y എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ട് √3 by 2 divided by റിയൽ പാർട്ട് ആണ് x വരുന്നത്. അതായത് -1 by 2 -1 by 2 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഒന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ tan ഇൻവേഴ്സ് -√3. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് എപ്പോഴാണ് ടാനിന് -√3 കിട്ടുക എന്നുള്ളതാണ്. √3 കിട്ടുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി -√3 എന്ന് പറയുന്ന ആശയം കിട്ടുന്ന കാര്യം നോക്കുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കോംപ്ലക്സ് നമ്പർ ഏത് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത് എന്നുള്ള കാര്യം നോക്കുക. ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് കോംപ്ലക്സ് നമ്പർ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയുന്ന ആശയത്തിലാണ് കിടക്കുന്നത്. നെഗറ്റീവ് പോസിറ്റീവ് ആണ് വരുന്നതെങ്കിൽ നിങ്ങൾക്കറിയാം ക്വാഡ്രന്റ് ആക്കി മാറ്റുമ്പോൾ രണ്ടും പോസിറ്റീവ് വരുന്നത് ഇവിടെ കിടക്കുക. നെഗറ്റീവും പോസിറ്റീവ് വരുന്നത് ഈ ഭാഗത്താണ് കിടക്കുക. അപ്പോൾ നമ്മുടെ കോംപ്ലക്സ് നമ്പർ ഈ ഭാഗത്താണ് വരുന്നത്. രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ഈ ഭാഗത്ത് വരും, പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ഈ ഭാഗത്ത് വരും.
അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാല്യൂസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് ഐഡിയ എന്ന് പറയുന്നത് രണ്ടും പോസിറ്റീവ് ആണെങ്കിൽ ടേബിളിൽ നിന്ന് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. ട്രിഗണോമെട്രി ഫംഗ്ഷൻ ചാപ്റ്ററിലെ ടേബിൾ മെഷർമെന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വാല്യൂ കണ്ടുപിടിക്കാം. ഞാൻ അതിനെ ആൽഫ എന്ന് പറഞ്ഞു വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ കിടക്കുന്ന ഏത് കോംപ്ലക്സ് നമ്പറിന്റെയും ആംപ്ലിറ്റ്യൂഡ് അഥവാ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആൽഫ ആയിരിക്കും. ഇത് സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് വരുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് പൈ മൈനസ് ആൽഫ. തേർഡ് ക്വാഡ്രന്റിലേക്ക് പോകുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് മൈനസ് പൈ പ്ലസ് ആൽഫ. ഫോർത്ത് ക്വാഡ്രന്റിലേക്ക് പോകുമ്പോൾ നമ്മൾ എടുക്കേണ്ടത് മൈനസ് ആൽഫ. ഇവിടെ ആൽഫ എന്ന് പറയുന്ന എല്ലാം എന്താണ്, ടേബിളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ്. അപ്പോൾ ഇവിടെയും നിങ്ങൾ ആലോചിക്കേണ്ടത് എപ്പോഴാണ് ടാനിന് √3 കിട്ടുക എന്ന് ആലോചിക്കുക. ഏറ്റവും മാറ്റി നിർത്തിയാൽ √3 ആണ് വരിക. ഈ √3 കിട്ടുന്നത് π/3 ഇത് ഏത് ക്വാഡ്രന്റിലാണ് കിടക്കുന്നത്, സെക്കൻഡ് ക്വാഡ്രന്റിലാണ് നമ്മുടെ ഈ ഒരു കോംപ്ലക്സ് നമ്പർ കിടക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, π മൈനസ് π/3. നോക്കൂ, π മൈനസ് ആൽഫ എന്ന് പറയുന്ന അതേ ഫോമിലാണ് ഈ സംഭവം വന്നത്. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്, ടേബിളിൽ നിന്ന് എനിക്ക് കിട്ടിയ വാല്യൂ ആണ്. അപ്പോൾ അതിന്റെ ആൻസർ എന്താ വരുന്നത്, π മൈനസ് π/3. ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ ഇതിനെ 3π മൈനസ് π ഡിവൈഡഡ് ബൈ 3, അതായത് ബൈ 1 കൊടുക്കുക, ക്രോസ് ആയിട്ട് ചെയ്യാം, which is equal to 2π/3. അപ്പോൾ നമ്മൾക്ക് r എന്ന് പറയുന്നത് 1 കിട്ടി, തീറ്റ എന്ന് പറയുന്നത് 2π/3 കിട്ടി. അങ്ങനെയാണെങ്കിൽ z1 എന്ന് പറയുന്നതിന്റെ പോളാർ ഫോം, therefore polar form of z1 is 1 into cos 2π/3 plus I sin 2π/3. ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്നത് z1ന്റെ പോളാർ ഫോമാണ്. ഇനി എഴുതാൻ പോകുന്നത് z2ന്റെ പോളാർ ഫോമാണ്. z2ഉം z1ഉം തമ്മിലുള്ള ബന്ധം എന്താണ്, രണ്ടും കോൺജുഗേറ്റുകളാണ്, പരസ്പരം കോൺജുഗേറ്റുകളാണ്. കോൺജുഗേറ്റുകളാണെങ്കിൽ ഈ എഴുതിയിരിക്കുന്ന ആൻസറിന്റെ കോൺജുഗേറ്റ് എഴുതിയാൽ അത് z2 എന്ന് പറയുന്നതിന് എന്തായിരിക്കും, പോളാർ ഫോം ആയിരിക്കും. അപ്പൊ നമുക്ക് അടുത്ത കൺക്ലൂഷൻ കൊടുക്കാം. പോളാർ ഫോം ഓഫ് z2 is 1 into cos 2π/3 minus I sin 2π/3. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. Find the polar form of the complex number z equal to 1 plus I by 1 minus I. നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്, 1 plus I by 1 minus I എന്ന് പറയുന്നതിൻ്റെ പോളാർ ഫോം കണ്ടുപിടിക്കണം. പോളാർ ഫോം കാണണമെങ്കിൽ കഴിഞ്ഞ ചോദ്യങ്ങളിലായിട്ട് നമ്മൾ പറഞ്ഞു a+ib രൂപത്തിൽ കിടക്കുന്നതിൻ്റെയാണ് നമുക്ക് പോളാർ ഫോം കണ്ടുപിടിക്കാൻ പറ്റുക. ഇത് പക്ഷേ a+ib രൂപത്തിലല്ല. അപ്പോൾ നമ്മൾ ആദ്യം ഇതിനെ എന്ത് ചെയ്യണം, a+ib രൂപത്തിലേക്ക് ആക്കണം. അതായത് z equal to 1 plus I by 1 minus I. ഇതിനെ a+ib രൂപത്തിലേക്ക് ആക്കണമെങ്കിൽ റാഷണൽ ഫോമിൽ വരുന്ന, അതായത് ഡിവിഷൻ ഫോമിൽ വരുന്ന ഏത് കോംപ്ലക്സ് നമ്പറിനെയും നമ്മൾ a+ib രൂപത്തിലേക്ക് ആക്കണമെങ്കിൽ ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും മൾട്ടിപ്ലൈ ചെയ്യുക, താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക എന്ന് ചോദിച്ചാൽ 1 plus I by 1 minus I ഇതാണ് ഡിനോമിനേറ്റർ. ഇതിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, 1 plus I ആണ്. അപ്പോൾ ഇൻറ്റു 1 plus I. അപ്പോൾ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, അതുപോലെ താഴെയും എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും താഴത്തുള്ള കാര്യം, അതായത് ഡിനോമിനേറ്ററിലുള്ള കാര്യം a-b ഇൻറ്റു a+b എന്ന് പറഞ്ഞ ഫോമിലോ അല്ലെങ്കിൽ a+b ഇൻറ്റു a-b എന്ന് പറഞ്ഞ ഫോമിലോ ആയിരിക്കും. ഏത് ഫോമിലാണെങ്കിലും അത് നമുക്ക് എന്ത് പറയാം, a² മൈനസ് b² ആണെന്ന് നമുക്ക് പറയാം. ഇനി മുകളിൽ ഇവിടെ വന്നിരിക്കുന്ന സിറ്റുവേഷൻ എന്താണ്, 1 plus I ഇൻറ്റു 1 plus I എന്ന് പറഞ്ഞാൽ എന്താണ്, 1 plus I² ഡിവൈഡഡ് ബൈ, അവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു a² മൈനസ് b² ഫോമിലാണ് 1² മൈനസ് I². മുകളിലുള്ളതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1 plus I whole square എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1ന്റെ സ്ക്വയർ 1 വരും, പ്ലസ് 2 ഇൻറ്റു 1 ഇൻറ്റു I എന്ന് പറയുമ്പോൾ 2I വരും, പ്ലസ് I-ന്റെ സ്ക്വയർ I² വരും, ഡിവൈഡഡ് ബൈ 1ന്റെ സ്ക്വയർ 1 മൈനസ് I² എന്ന് പറയുന്നത് എന്താണ്, -1 ആണ്. ഇതേപോലെ I² നമുക്ക് മുകളിലുണ്ട്, അതിനും എന്ത് കൊടുക്കാം, നമുക്ക് -1 അപ്ലൈ ചെയ്യാം. അത് എന്തായി മാറി, 1 plus 2I minus 1 divided by 2.
പ്ലസ് 1ഉം മൈനസ് 1ഉം ക്യാൻസൽ ചെയ്യാം. 2i/2 2ഉം 2ഉം നമ്മൾ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കി നിൽക്കുന്നത് എന്താണ്? i എന്ന് പറയുന്നതിനെ എങ്ങനെ എഴുതാം? 0 + i എന്ന് പറഞ്ഞ് എഴുതാം. ഇപ്പൊ അത് ഏത് രൂപത്തിലായി? a+ib രൂപത്തിലായി. ഇതേ കോംപ്ലക്സ് നമ്പറിന്റെ തന്നെ പോളാർ ഫോം കണ്ടുപിടിക്കാനുള്ളത് തൊട്ട് മുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യാൻ നിൽക്കുന്നില്ല, ആ ക്വസ്റ്റ്യൻ വീണ്ടും നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നില്ല. അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. ഒരു കോംപ്ലക്സ് നമ്പർ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അതിനെ a+ib രൂപത്തിലേക്ക് ആക്കണം. ഇതും എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ഡിവിഷൻ വരുന്ന രീതിയിലാണ് നിലനിൽക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്ത പോലെ ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിനെ a+ib രൂപത്തിലേക്ക് ആക്കുക. അപ്പൊ എങ്ങനെ അത് ചെയ്യാം എന്നുള്ളതൊന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. z എന്ന് പറയുന്നതിനെ 2 + i/2 - i ഈക്വൽ ടു 2 + i/2 - i ഇൻറ്റു ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് 2 - i ആണ്. അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ 2 + i ഡിവൈഡ് ബൈ 2 + i. മുകളിലും താഴെയും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. മുകളിലുള്ള ടൈം എന്ന് പറയുന്നത് എന്താ? രണ്ടും ഒരേപോലെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ എഴുതാം? 2 + i² എന്ന് പറഞ്ഞ് എഴുതാം. ഡിവൈഡ് ബൈ a - b ഇൻറ്റു a + b, അതായത് a² - b². മുകളിലുള്ളത് എക്സ്പാൻഡ് ചെയ്യുക. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 2 × സ്ക്വയർ 4 വരും. 2 × 2 × i എന്ന് പറഞ്ഞാൽ 4i വരും. i-ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് i² വരും. ഡിവൈഡ് ബൈ 2² എന്ന് പറയുന്നത് 4 ആണ്. i² എന്ന് പറയുന്നതിന്റെ വാല്യൂ -1 ആണ്. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4 + 4i - 1 ഡിവൈഡഡ് ബൈ 5. ഇവിടെ 4 ഉണ്ട്, ഇവിടെ -1 ഉണ്ട്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3 വരും. 3 + 4i ഡിവൈഡഡ് ബൈ 5, അതായത് 3/5 + 4/5i. അപ്പോൾ അതേ രൂപത്തിലായി a+ib രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പോളാർ ഫോമിലേക്ക് ആക്കാനുള്ളത് പറഞ്ഞു, a+ib രൂപത്തിലേക്ക് ആക്കാനുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു, മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു, പവർ ഓഫ് ഐയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കാര്യം പറഞ്ഞു. പവർ ഓഫ് ഐയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ 1 മാർക്കിൻ്റെ ചോദ്യം മാത്രമാണ് എക്സാമിന് വരാൻ സാധ്യതയുള്ളത്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് a+ib രൂപത്തിലേക്ക് ആക്കാനും പോളാർ ഫോമിലേക്ക് ആക്കുക എന്ന് പറഞ്ഞ കാര്യവുമാണ് ശ്രദ്ധിക്കേണ്ടത്. ആർഗ്യുമെന്റ് ഓഫ് സെറ്റോ ആംപ്ലിറ്റ്യൂഡ് സെറ്റോ കണ്ടുപിടിക്കാനുള്ള ഒരു ഷോർട്ട് കട്ട് ഐഡിയ ഞാൻ പറഞ്ഞിരുന്നു. ആൽഫ പൈ മൈനസ് ആൽഫ മൈനസ് പൈ പ്ലസ് ആൽഫ മൈനസ് ആൽഫ എന്ന് പറയുന്ന ആ ലോജിക്ക് വരുന്നത് അതുകൂടി നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിച്ചാൽ ഏത് കോംപ്ലക്സ് നമ്പർ പോളാർ ഫോമിലേക്ക് ആക്കാൻ പറഞ്ഞാലും നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, a+ib എന്ന് പറഞ്ഞ രൂപത്തിലേക്ക് ആക്കുന്ന ചോദ്യങ്ങളിൽ നമ്മൾ ചെയ്ത 2 ക്വസ്റ്റ്യനിലും മുകളിലുള്ള മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയറിലേക്ക് കണക്ഷൻ പോയിരുന്നു. അല്ലാത്ത കേസുകൾ വരുമ്പോൾ നമ്മൾ നോർമലായിട്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം, അതുപോലെ എന്ത് ചെയ്താൽ മതി, ചെയ്താൽ മതി. അതായത് ഇത് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞ ആശയത്തിലേക്ക് ആക്കാതെ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാം? 2 × 2 ചെയ്യും, 2 × i ചെയ്യും, i × 2 ചെയ്യും, i × i ചെയ്യും. അപ്പോൾ 4 ടേമുകൾ വരും. അതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആശയത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്താൽ മതി, അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടെത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മളെ ക്ലാസ് നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. ബാക്കി ക്വസ്റ്റ്യൻസുകളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.